السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, സ്നേഹധന്യരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, അറഫ പ്രഭാഷണം ലോകത്തിന് നൽകിയ സന്ദേശം എന്നതാണ് പ്രതിപാദ്യ വിഷയം. അറഫ പ്രഭാഷണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേവലം എല്ലാ മനതലങ്ങളിലും ഇടം പിടിച്ച ഒരു പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം. എത്രത്തോളം എന്ന് വെച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ അറഫ പ്രഭാഷണം നടക്കുമ്പോൾ അത് ഇന്നും നമ്മുടെ നാടുകളിൽ അലയടിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രഭാഷണത്തെ കുറിച്ച് ഗവേഷണ സംഘങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. ഇതിന്റെ തുടക്കത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിയ അടക്കമുള്ള ഒട്ടനേകം ഗവേഷണ സംഘങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് ഗവേഷണ റിസർച്ചുകൾ നടത്തിയപ്പോൾ അവർ ഈ ബ്രിട്ടാനിയ അടക്കമുള്ള സംഘങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഈ അറഫ പ്രഭാഷണം എന്ന് പറയുന്നത് അതല്ല, മനുഷ്യാവകാശ പ്രഭാഷണം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പ്രഭാഷണങ്ങളിൽ അവർ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് അത് കൂപ്പുകുത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അവിടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആ പ്രഭാഷണമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ പ്രഭാഷണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് നബിയുടെ പ്രഭാഷണം കേട്ടിരുന്ന സർവ്വജനങ്ങളും അവിടെ തരിച്ചു പോവുകയാണ്. ആ പ്രസംഗം കേട്ടിരുന്നവർ അവിടെ ഇരുന്നു പോവുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരുന്നവർ നിരങ്ങി വരുന്ന ചരിത്രങ്ങൾ നമുക്കറിയാം. അതിനു പുറമെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒട്ടനേകം സ്വഹാബത്ത് അവിടെ നിന്നും മറ്റു നാടുകളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക്, യമനിലേക്കും അതുപോലത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അവർ പ്രബോധനത്തിന് വേണ്ടി പോവുകയാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിചാരകനായിരുന്ന സ്വഹാബി പോലും നബിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ട് ആ പ്രബോധനത്തിന്റെ പ്രാധാന്യത്തെ ആ അറഫ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. അറബിക്ക് അനറബിയേക്കാൾ പ്രാധാന്യമില്ല. ചുവന്നവന് കറുത്തവന് ചുവന്നവനേക്കാളോ ചുവന്നവന് കറുത്തവനേക്കാളോ പ്രാധാന്യമില്ല. സ്ത്രീ പുരുഷന്മാർ അവർ ഒരു ബീജത്തിൽ നിന്നാണ് വളർന്നു വന്നിട്ടുള്ളത്, ഉദ്ഭവിച്ചിട്ടുള്ളത്. അവരിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ വ്യതിരിക്തകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവികതയുടെ ശബ്ദമാണ് അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ എത്രത്തോളം ഇന്ന് നമ്മുടെ വിദണ്ഡവാദികൾ, ഇന്നത്തെ രാഷ്ട്രീയ ചിന്തകർ അവർ വർഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനം 1400 വർഷങ്ങൾക്ക് മുമ്പ് അറഫ പ്രഭാഷണം നബി തങ്ങൾ നടത്തിയ ആ പ്രഭാഷണത്തെ ഉച്ചാടനം ചെയ്തുകൊണ്ട് ചർച്ചകൾക്ക് ബ്രിട്ടാനിയ പോലെയുള്ള ഗവേഷണ സംഘടനകൾ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ, പ്രഭാഷണത്തെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് ഉച്ചാടനം ചെയ്തുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബ്രിട്ടാനിയ അടക്കമുള്ള സംഘങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് പറയുന്ന കാലഘട്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്കും മറ്റും പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ജനിച്ചത് പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഉടുപ്പണിയിച്ചുകൊണ്ട് ജീവനോടെ കുഴിച്ചു മൂടുന്ന ആ കാലഘട്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറഫ പ്രഭാഷണത്തിൽ മറ്റൊരു പോയിന്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകൾ അവർ സുരക്ഷിതരാണ്, സ്വതന്ത്രരാണ് ഇസ്ലാമിൽ എന്നതായിരുന്നു. ഇത്തരത്തിൽ നമ്മുടെ
ലോകോത്തര ചിന്തകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പല രാഷ്ട്രീയ ചിന്തകളും ഇസ്ലാം സ്ത്രീകൾക്കും മറ്റും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് വിളിച്ചു പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ, മനുഷ്യാവകാശ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തിയ ഓരോ വാക്കുകളും ഓരോ പോയിന്റുകളും ഇന്നും നമ്മുടെ ചർച്ചകൾക്ക്, ഇന്നും നമ്മുടെ ഗവേഷണ സംഘങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ ചിന്തകർക്ക്, അത്രയും വലിയ ചിന്താവിഷ്ടമായ പോയിന്റുകളായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറഫ പ്രഭാഷണത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.